അങ്ങനെ വീണ്ടും ഒരു ഞായറാഴ്ച കൂടിയിട്ടോ വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറടിച്ചപ്പോൾ ഇക്കെന്തോ ആവശ്യത്തിന് പുറത്തു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇക്കാൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഋഷു ആണെങ്കിൽ തറവാട്ടിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കണ്ടേന്ന് വിചാരിച്ചു. ഇന്നാണ് ഇപ്പോൾ കല്യാണം വേറെ പരിപാടികളൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ റെഡിയായി വന്ന് നോക്കുമ്പോൾ ഇക്കണ്ടല്ലോ 2 ഫോട്ടോ ഫ്രെയിമും കൈ പിടിച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. എവിടെ വെച്ചിട്ട് ഇക്കാക്ക് അങ്ങോട്ട് സെറ്റ് ആവണമില്ല. സനാസ് ക്രാഫ്റ്റ് വേൾഡ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ഫ്രെയിമൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെ പ്രമാണിച്ചിട്ട് ഓരോ പേജിൽ ഇതുപോലത്തെ ചെറിയ ഫ്രെയിമിനൊക്കെ വെറും 99 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ ഇതുപോലത്തെ ഫ്രെയിം വേണമെന്നുണ്ടെങ്കിൽ ഓരോ പേജ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകൊണ്ടു. അങ്ങനെ ഇക്കാക്ക് ഫ്രെയിം വെക്കാൻ നല്ലൊരു സ്ഥാനം കാണിച്ചു കൊടുത്തുട്ടോ. ഞാൻ ഈ ഋഷു ആണെങ്കിൽ ഖുർആനും കൈ പിടിച്ച് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഒരു നാളെ മദ്രസയിൽ ഖുർആൻ്റെ എക്സാമാണ്. പിന്നെ ഓന് ഞായറാഴ്ച ദിവസം തറവാട്ടിലൊന്ന് പോകണം കേട്ടോ. അല്ലെങ്കിൽ ഓനൊരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് ഞായറാഴ്ച ദിവസം ഒന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെയാണ് ഓൻ്റെ കാര്യം. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ മുടിയിലിടാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്ന്. അപ്പം ഇന്ന് എന്താണെങ്കിലും ഇക്കാൻ്റെ കൂടെ പുറത്തിറങ്ങിയപ്പോൾ അതങ്ങോട്ട് വാങ്ങാമെന്ന് വെച്ചു. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ കണ്ടൊന്നും ഇങ്ങനെ നോക്കാൻ തോന്നുമല്ലോ അല്ലേ. അപ്പോൾ വെറുതെ നോക്കിയതാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് സാധനങ്ങളും വാങ്ങി പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോയിട്ടോ. രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് പിന്നെ ഷവർമ്മ വാങ്ങിട്ടോ. ഞായറാഴ്ച ദിവസം രാത്രി ഷവർമ്മ അത് ഋഷുവിന് നിർബന്ധമാണ്. അപ്പം ഞാൻ വാങ്ങിയ ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ. ഇത് പിന്നെ കുറേ കാലമായി വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്നാണ് കേട്ടോ പറ്റിയത്.